ഡോ താനെന്തിനാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നേ? ഒന്നും മിണ്ടാതിരി കൊച്ചേ, ബോസിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. പിന്നെ ബാറ്റ്മാന്റെ ഡ്രസ് വലിച്ചേറ്റിട്ടിരിക്കുന്ന ഇയാളല്ലേ നിങ്ങളുടെ ബോസ്? നിനക്ക് വേണമെങ്കിൽ നീ മിണ്ടാതിരിക്കേ. കുറെ നേരമായി നമ്മൾ ഇവിടെ നിർത്താൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം പോലും ഇവര് പറയുന്നില്ല. നിനക്ക് എന്താ കാര്യം എന്നാണ് അറിയണ്ടേ? ആ അതെ, ഞങ്ങൾ എന്തിനാ വെറുതെ ഇവിടെ നിർത്തിയിരിക്കുന്നേ? ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പ് ആദ്യം നിങ്ങൾ എല്ലാരും രണ്ടുപേരിലൊരു ഗ്രൂപ്പായി തിരിയണം. അതെന്തിനാ? ബോസ് പറഞ്ഞത് കേട്ടില്ലേ? വേഗം തന്നെ എല്ലാരും രണ്ടുപേരിലെ ഗ്രൂപ്പായി തിരിഞ്ഞാട്ടെ. ആദ്യോട് ചോദിച്ചു നോക്കാം എന്റെ ഗ്രൂപ്പ് ആവോന്ന്. ഇത്താ ചേടാ അതിനിടയ്ക്ക് ഇതെവിടെ വന്നു? എന്താ ആശി? ഇത്താ നമുക്കൊരു ഗ്രൂപ്പ് ആവാ. ആ മോനെ നമുക്കൊരു ഗ്രൂപ്പ് ആവാ. ഗ്രൂപ്പ് ആയവരെല്ലാം വേഗം മാറിയേക്ക്. ആ ആവാ മോളെ. ലില്ലി എന്റെ ഗ്രൂപ്പിലാക്കാം. ലില്ലി ഇങ്ങ് വാ, നമുക്കൊരു ഗ്രൂപ്പ് ആവാ. ആ ശരി ചെയ്തു ചേച്ചി, നമുക്കൊരു ഗ്രൂപ്പ് ആയാലോ? എന്നാ അങ്ങനെ ആവാ. ചേടാ അപ്പയുടെ ഈ കുട്ടി മാത്രമേ ബാക്കിയുള്ളൂ. ഏയ് മോളെ, ഇനി നമ്മള് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കൊരു ഗ്രൂപ്പ് ആയാലോ? ആ ഏട്ടാ. അപ്പൊ എല്ലാരും ഗ്രൂപ്പായ സ്ഥിതിക്ക് നമ്മുടെ ആദ്യത്തെ ഗെയിം തുടങ്ങാം. ഒന്നും മിണ്ടാതിരിക്കടി. ഇവിടെ ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവം മനസ്സിലായിട്ടില്ല, എന്നിട്ടാണ് അവളുടെ സന്തോഷം. അല്ല, എന്ത് ഗെയിമിന്റെ കാര്യം നിങ്ങൾ പറയുന്നേ? നിങ്ങൾ ഇപ്പോൾ ഉള്ളത് കണവ കളിയിലാണ്. ഈ കളി തീരുമ്പോഴേക്ക് ഒരാൾക്ക് മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടാനാകൂ. അയ്യോ, ഇത് മറ്റേ സ്ക്വിഡ് ഗെയിം പോലെയാണോ? സ്ക്വിഡ് ഗെയിം ഒക്കെ നല്ല ഹൈ ബഡ്ജറ്റിൽ നടത്തുന്നതല്ലേ. ഇത് ഞങ്ങൾ ലോ ബഡ്ജറ്റിൽ നടത്തുന്ന കടവകളിയാ. അല്ല, അപ്പൊ ജയിക്കുന്നവർക്ക് കുറെ ക്യാഷ് കിട്ടോ? ജീവൻ കിട്ടുന്നതിന് ഭാഗ്യം കരുതു വെച്ചേ. ഈ കാണുന്ന പഴയ ഗ്യാരേജ് മാത്രമേ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൂ. ഈ വാള് കണ്ടോ? ഇതൊക്കെ ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഈ കോസ്റ്റ്യൂംസ് കണ്ടോ? ഒരാളുടെ അടുത്ത് നിന്ന് വാടകയ്ക്ക് എടുത്തിയാ. അയാൾക്ക് ഇന്നേ വരെ ഒരു നയാ പൈസ വാടകയായി തിരിച്ചു കൊടുത്തിട്ടില്ല. നീ എന്തിനാ നമ്മുടെ സീക്രട്ട് ഒക്കെ ഇവരോട് പറയുന്നേ? അല്ല ബോസ്, ഇവരെല്ലാരും തിരിച്ചു വീട്ടിൽ പോയില്ലല്ലോ. എടാ, പക്ഷെ ഇവരിൽ ഒരാൾ വീട്ടിൽ പോയില്ലേ? ഓ സോറി ബോസ്, ഞാൻ ആ കാര്യം ഓർത്തില്ല. എല്ലാരും ടീമൊക്കെ സെലക്ട് ചെയ്ത സ്ഥിതിക്ക് ഓരോ ടീമിൽ നിന്നും ഒരാളെ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യും. അടുത്ത റൗണ്ടിലോട്ട് പോകാത്തയാൾ സേഫ് ആയിരിക്കും. നിങ്ങൾ എന്താ പറഞ്ഞ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എല്ലാരും ഇപ്പൊ രണ്ടാളുള്ള പേരായിട്ടാണല്ലോ ഉള്ളത്. ആ പേരിലുള്ളവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളിൽ ഒരാളുടെ പേര് പറയണം. അവർ ഈ ഗെയിമിന്റെ രണ്ടാം ഘട്ടത്തിലോട്ട് കടക്കും. ആരുടെ പേരാണ് നിങ്ങൾ പറയാത്തത് അവർ സേഫ് ആയിരിക്കും. ഇനി രണ്ടാം ഘട്ടത്തിൽ എത്തിപ്പെടുന്നവർ വീണ്ടും രണ്ടുപേരുള്ള പേരായി നിൽക്കണം. അങ്ങനെ അവസാനം ആരുടെ പേരാണ് പറയുന്നത് അവർ ഈ ഗെയിമിൽ നിന്ന് എലിമിനേറ്റ് ആവും. എലിമിനേറ്റ് ആവുന്നോ? അങ്ങനെ വെച്ചാൽ ഞങ്ങൾ അവരെ കൊന്നുകളയും. എല്ലാരും വേഗം തന്നെ ഗ്രൂപ്പിലുള്ള ഒരാളുടെ പേര് പറയാൻ തുടങ്ങിക്കോ. എനിക്ക് എന്തായാലും ജീവിക്കണം, അതുകൊണ്ട് ലില്ലിയുടെ പേര് പറയാം. ഈ ഗ്രൂപ്പിൽ ലില്ലി. എടി ദുഷ്ടേ, എന്തായാലും ഒരു പേര് പറയണം. അപ്പോൾ പിന്നെ ആ പേര് നിന്റെ തന്നെ ആയിക്കോട്ടെ. ഈ ചതി ഞാൻ ഒരിക്കലും മറക്കില്ല. ഒന്ന് ഡിസ്കസ് പോലും ചെയ്യാതെയാണ് നീ എന്റെ പേര് പറയുന്നേ. വലിയ കാര്യമായി പോയി, നീ മറക്കണ്ട. ദുഷ്ട, അവൾ കൂടെ നിന്ന് ചതിച്ചിരിക്കുന്നു. ലില്ലി, നീ അങ്ങോട്ട് മാറിയേക്ക്. ഓറഞ്ച് മുടി, നീ സേഫ് ആണ്. ഇങ്ങോട്ടേക്ക് വരൂ. ഇനി ബാക്കിയുള്ളവരും വേഗം പേര് പറയാൻ തുടങ്ങിക്കോ. ചേട്ടാ, നമ്മൾ എന്താ ചെയ്യാ? മോളൊരു കാര്യം ചെയ്യും, മോൾ എന്റെ പേര് പറഞ്ഞോ. അയ്യോ, അപ്പൊ ചേട്ടൻ അടുത്ത റൗണ്ടിൽ പോകേണ്ടി വരില്ലേ? നമ്മളിൽ ഒരാൾ എന്തായാലും അടുത്ത റൗണ്ടിൽ പോകണം. അത് ഞാനായിക്കോട്ടെ. നീ ചെറുതല്ലേ, നീ എനിക്ക് എന്റെ അനീതിനെ പോലെയാ. എന്നാലും ചേട്ടാ, ഞാൻ എങ്ങനെ ചേട്ടന്റെ പേരൊക്കെ പറയാ? അത് സാരമില്ല മോളെ, ഞാൻ പറഞ്ഞോളാം. അടുത്ത റൗണ്ടിലോട്ട് ഞാൻ പോകും. പൊന്നു സേഫാണ്. ആ ശരി, എന്നാ പിന്നെ മാറിയെന്നോ. ചേട്ടാ. സാരമില്ല മോളെ. നീ കരയണ്ട, എല്ലാം ശരിയാകും. ചിന്നു, മോള് സേഫ് ആയിക്കോ. ഞാൻ എന്റെ പേര് പറഞ്ഞോളാം. അത് വേണ്ട ചേച്ചി, ഞാൻ എന്റെ പേര് പറയാം. വേണ്ട, ഞാനാ നിന്റെ ചേച്ചി, നീയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പേര് പറയാൻ പോവാ. ചേച്ചി വേണ്ട ചേച്ചി, ഞാൻ എന്റെ പേര് പറഞ്ഞോളാം. മോളെ പറയുന്നത് കേക്ക്. ഇല്ല, ഞാൻ ചേച്ചിയുടെ പേര് പറയാൻ പറ്റില്ല. ചിന്നു സേഫാണ്. ഞാനാണ് അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നത്. എന്തിനാ ചേച്ചി? മോള് മാറിയെന്നോ? ചേച്ചി അപ്പുറം പോയി നിൽക്കട്ടെ. ദുഷ്ട, ഞാൻ അവളെ സേഫ് ആക്കാൻ വേണ്ടി ഇരുന്നയാ. എന്നാലും അവളെ മനസ്സിലെടുപ്പിക്കാനാണല്ലോ. സേഫായിന് പോലും. ആഷിക്ക് സേഫാണ്. ഞാൻ അടുത്ത റൗണ്ടിലോട്ട് പോകും. ഇത്ത, അങ്ങക്ക് എന്തെങ്കിലും ആവുക? എനിക്കൊന്നും പറ്റില്ല മോനെ, മുമ്പ് പേടിക്കാണ്ടൊക്കെ. അല്ല, ഇനി എങ്ങനെ പേരാവുക? ഒരാൾ എക്സ്ട്രാ ഇല്ലേ? ഒരാൾ എക്സ്ട്രാ ആയിരിക്കും. ആ എക്സ്ട്രാ അയാള് അടുത്ത ഘട്ടത്തിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കടക്കും. ഉണ്ണി, നമുക്കൊരു ടീമാവാ. ദൈവമേ, ഞാൻ ആരെയാ സെലക്ട് ചെയ്യാ? ആദിലേനെയോ അതോ ഈ കുട്ടീനെയോ? ഋഷിനെ നോക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഋഷി എന്നെ സെലക്ട് ചെയ്യാനായിരിക്കും. ഋഷി, നീ ആ കുട്ടീനെ സെലക്ട് ചെയ്യും. ഞാൻ അടുത്ത റൗണ്ടിലോട്ട് പൊക്കോളാം. എനിക്ക് എന്താ വേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല ആദി. നീ തൽക്കാലം ആ കുട്ടീനെ സെലക്ട് ചെയ്യും. ശരി ആദി, ഞാനെന്നാ അങ്ങനെ ചെയ്യാം. മോളെ, നമുക്കൊരു ഗ്രൂപ്പ് ആവാം. ശരിയേട്ടാ. നിങ്ങൾ ഗ്രൂപ്പായോ? ഞാനും ഈ കുട്ടിയും ഒരു ഗ്രൂപ്പാ. ഞങ്ങൾ രണ്ടാളും ഒരു ഗ്രൂപ്പാ. ഞാൻ ആരുമായിട്ട് ഗ്രൂപ്പല്ല. ശരി, എന്നാ ഒരാളുടെ പേര് പറഞ്ഞോ. ഈ കുട്ടി സേഫാണ്. ഞാൻ അടുത്ത ഘട്ടത്തിലോട്ട് പോകും. മോള് സേഫാണ് കേട്ടോ. താങ്ക് യു ഏട്ടാ, ഞാൻ ഒരിക്കലും മറക്കില്ല. ഉണ്ണി സേഫാണ്. ഞാൻ അടുത്ത ഘട്ടത്തിലോട്ട് കടക്കും. ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ? എനിക്കൊന്നും പറ്റില്ല മോനെ, മോൻ പേടിക്കണ്ട. മഞ്ഞമുടി, നീ ഇങ്ങോട്ട് മാറിയേക്ക്. മോൻ അങ്ങ് പോയി നിന്നോ. ചേച്ചി. ഇനി എന്തായാലും നിങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ റൗണ്ട് നമുക്ക് കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആക്കാം. ഈ റൗണ്ടിൽ രണ്ടാൾ കൂടി ചേർന്ന് ഒരാളുടെ പേര് പറയണം. അല്ലെങ്കിൽ പിന്നെ ഒരാള് അയാളുടെ സ്വന്തം പേര് പറഞ്ഞാലും മതി. ഞാൻ എന്താ ചെയ്യുക? എന്തായാലും എനിക്ക് ആരുടെയും പേര് പറയാൻ കഴിയില്ല.
ദൈവമേ, ഞാനിപ്പോ എന്താ ചെയ്യാ? ആദിലത്തെയും ഋഷിചേട്ടനും രണ്ടാളും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാ. സ്വന്തം പേര് പറഞ്ഞാലോ? എന്തായാലും മറ്റവരുടെ ഒന്നും പേര് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഏയ്, ഞാൻ അടുത്ത റൗണ്ടിലോട്ട്. ആദി നിർത്ത്. ഇല്ല ഋഷി, ഞാൻ പറയട്ടെ. ആദി, നിന്റെ പേര് പറയാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഞാൻ എലിമിനേറ്റ് ആയിക്കോളാം. നിങ്ങൾ ഇവരെ രണ്ടാളെയും വെറുതെ വിടണം. ഋഷി, നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ആദി, ഐ ലവ് യു. ഇനി എന്തായാലും പറയാൻ എനിക്കൊരു അവസരം കിട്ടില്ല. നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് ഇതുവരെയും അറിയില്ല. പക്ഷെ ആദി, ഐ ട്രൂലി ലവ് യു. ഞാൻ ഇപ്പൊ ഈ എടുത്ത ഡിസിഷൻ എന്റെ പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ്. ഏയ് ആദി, നീ കരയാതെ. അയ്യോ, ഈ ഏട്ടനെ അവരെ കൊല്ലുവോ? ഏയ്, നീ അവനെ വേഗം എലിമിനേഷൻ റൂമിൽ കൊണ്ടുപോകൂ. ഒറ്റ വെടിക്ക് കാര്യം തീരണം. അത് ഞാൻ ഏറ്റു ബോസ്. ഡാ ചെക്ക, വേഗന്റെ കൂടെ വാ. ആദി, നീ കരയല്ലേ. നീ കരയുമ്പോഴേ എനിക്ക് കൂടുതൽ സങ്കടമാവുന്നേ. എനിക്കിതൊന്നും കാണാനുള്ള ത്രാണിയില്ല ഋഷി. വേഗം നടക്ക്. അയ്യോ ഋഷി,